വിശുദ്ധമായ അറഫ ദിവസം നാം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം വിശുദ്ധമായ അറഫ ദിവസം നമുക്ക് സമാഗതമാവുകയാണ്. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ, അറിഞ്ഞതുപോലെ ദുൽഹിജ്ജ മാസത്തിന്റെ 9-ാം ദിവസമാണ് അറഫ ദിവസം. നാട്ടിലുള്ള നമുക്ക് വ്യാഴാഴ്ചയാണ് വലിയ പെരുന്നാൾ സംഭവിക്കുന്നതെങ്കിൽ ബുധനാഴ്ചയായിരിക്കും നമുക്ക് അറഫ ദിവസം ഈ വർഷം ലഭിക്കുക. അല്ലാഹു തആല ആ ദിവസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ അറഫ ദിവസത്തിന്റെ മഹത്വങ്ങളും അന്ന് ചൊല്ലേണ്ട ദുആകളും ദിക്റുകളും അന്ന് നോമ്പനുഷ്ഠിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ചുരുക്കം ചില വാക്കുകളിൽ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായും കാണണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് ധാരാളം ഖൈറും ബറക്കത്തും അറഫ ദിവസത്തിനെ ബഹുമാനിച്ചതുകൊണ്ട് തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും ഒരുപാട് മഹത്വം പറഞ്ഞ ഒരു ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മുടെ മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, അയൽവാസികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നാട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞ് അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്ത് അന്ന് ആ ദിവസത്തിന് വലിയ ആദരവ് കൽപ്പിച്ച് നോമ്പനുഷ്ഠിക്കാൻ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും സൂറത്തുകളും നന്മകളും സുഹൃതങ്ങൾ വാരിക്കൂട്ടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിന്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വിധി എന്താണെന്ന് ഫത്ഹുൽ മുഈനിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഫസ്ലുൻ ഫി സൗമി തതവ്വു, സുന്നത്ത് നോമ്പുകളെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്, യുസന്നു മുതഅക്കിദൻ സൗമു യൗമി അറഫ ലിഗൈരി ഹജ്ജിൻ, ഹജ്ജിന് പോയ ആളുകളല്ലാത്ത നാട്ടിലുള്ള ആളുകൾക്ക് അറഫ ദിവസം അഥവാ ദുൽഹിജ്ജ മാസത്തിലെ 9-ാം ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ലിഅന്നഹു യുകഫിറു സനതല്ലതി ഹുവ ഫീഹാ വല്ലതി ബഅദഹാ കമാ ഫീ ഖബരി മുസ്ലിമിൻ വഹുവ താസിഉ ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലെ 9-ാം ദിവസമാണ് ഈ അറഫ ദിവസം എന്നുള്ളത്. ഈ ദിവസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ദോഷവും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ ദോഷവും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിലൂടെ പറയുന്നത്. ഇനി നമുക്ക് അറഫ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ അത് വലിയ പ്രോത്സാഹനം, പ്രചോദനമാകുന്നതിൽ സംശയമില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് കാണാം. സുഇല അൻ സൗമി യൗമി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറഫ ദിവസത്തിന്റെ നോമ്പനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ, ഈ അറഫ ദിവസത്തിന്റെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും ദോഷം പൊറുപ്പിക്കാൻ, പാപം പുറത്തു കിട്ടാൻ കാരണമാകും. അഥവാ ഈ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ 2 വർഷത്തിന്റെ ദോഷം അല്ലാഹു തആല പൊറുക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും ഈ സൽക്കർമ്മം, അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ള ഈ നല്ല ഒരു സൽക്കർമ്മം നാം അന്നത്തെ ദിവസം നാമോ നമ്മുടെ കുടുംബക്കാരോ മാതാപിതാക്കളോ അയൽവാസികളോ കൂട്ടുകാരോ നാട്ടുകാരോ ആരും തന്നെ ഇത് ഒഴിവാക്കി പോകരുത്, അശ്രദ്ധയായി കാണരുത്. മാത്രമല്ല അന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായി ഈസിയായി ഓതാൻ കിട്ടുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം ഒരാൾ ഓതുകയാണെങ്കിൽ അവൻ ചോദിച്ച എല്ലാം അല്ലാഹു നൽകുമെന്നാണ് ഇമാമികൾ നമ്മെ പഠിപ്പിക്കുന്നത്. അബ്ദുൽ ഹമീദ് റളിയല്ലാഹു അൻഹു കൻസുൻ നജാ വസ്റൂർ എന്ന ഗ്രന്ഥത്തിന്റെ 254-ാം പേജിലായി പഠിപ്പിച്ചത് കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറ യൗമ അറഫ വഅതിയ മാ സഅല, 1000 പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായി ഓതാൻ കിട്ടുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഓതി അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ഉദ്ദേശ സാഫല്യം പറഞ്ഞ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ, രോഗം ശിഫയാകാൻ, കടം വീടി കിട്ടാൻ, നല്ലൊരു പുതിയ വീട് വെക്കാൻ, അല്ലെങ്കിൽ കെട്ടിച്ചേക്കാനുള്ള മോളെ പെട്ടെന്ന് വിവാഹം റെഡിയായി കിട്ടാൻ, ഇങ്ങനെ ദുനിയാവിയും മുഖ്റവിയായ എന്ത് ഉദ്ദേശം കരുതി 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അറഫ ദിവസത്തിൽ ഉത്തരം നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സൂറത്ത് ഓത്തും അതുപോലെ അറഫ ദിവസത്തിലെ നോമ്പും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് അവരും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ കാരണമാവുക. അല്ലാഹു തആല നന്മകൾ ചെയ്ത് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.